ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും 4 പച്ചമുളക് നെടുകെ കീറിയതും 4 ചെറിയ ഉള്ളി ചതച്ചതും എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം ഞാൻ ഒരു കല്ലിൽ വെച്ച് നന്നായി ചതച്ചെടുത്തതാണ്. 2 വറ്റൽ മുളകും ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പുളി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ്. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കായം ഇവ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാവുമ്പോൾ അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചട്ടിയിൽ തന്നെ തയ്യാറാക്കാൻ നോക്കുക. എങ്കിലാണ് രസത്തിന് യഥാർത്ഥ സ്വാദ് ലഭിക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇതിലേക്ക് ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുക. ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇവയെ ഓരോന്നായി ചേർക്കുക. ഞാനിവിടെ ഇഞ്ചി ചതച്ചത് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇഞ്ചി വഴറ്റിയതിന് ശേഷം അതിനകത്തേക്ക് വെളുത്തുള്ളി വഴറ്റാൻ വേണ്ടി ചേർക്കുക. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമെല്ലാം മാറി നന്നായി വഴന്നു വരുമ്പോൾ അതിനകത്തേക്ക് ആ ചെറിയ ഉള്ളി ചതച്ചത് കൂടി ചേർക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം അളവ് ഞാൻ മുൻപേ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അളവെല്ലാം കൊടുക്കുന്നുമുണ്ട്. ഇതിലേക്ക് 4 പച്ചമുളക് കൂടി ചേർക്കുന്നുണ്ട്. ചെറിയ പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ചേർത്തത്. വലിയ പച്ചമുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 2 എണ്ണത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിലേക്ക് മസാലകൾ ഓരോന്നായി ചേർക്കാം. മസാലകൾ ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ നന്നായി ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കണം. അല്ലെങ്കിൽ മസാല പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും. അതിനുശേഷം മസാലകൾ ചേർത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ മസാലയെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 2 തക്കാളി അരിഞ്ഞത് ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസുള്ള 2 തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചതാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ തക്കാളി മിക്സിയുടെ ജാറിൽ ഇട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുക. ഉപ്പ് കൂടെ ചേർത്ത് തക്കാളി നന്നായി വഴറ്റി ആ തക്കാളി നന്നായി അതിലേക്ക് മാഷ് ചെയ്ത് റെഡിയായി വരുന്നത് വരെ നമുക്ക് ഇത് നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായി മാഷായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ കൂടെ ചേർക്കുക. ഉലുവ വറുത്ത് പൊടിച്ചെടുത്തതാണ്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പുളി നന്നായി പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം ചേർക്കുക. കൂടാതെ 1 ലിറ്റർ വെള്ളം ഞാൻ വേറെയും എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലൂടേക്ക് ചേർക്കുന്നുണ്ട്. രസം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും 2 ദിവസത്തേക്കൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ രസം ഇരിക്കും തോറും നന്നായി ടേസ്റ്റായി വരുന്നതാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചോറിന് വേണ്ടി രസം തയ്യാറാക്കുമ്പോൾ ഒരു 3-4 മണിക്കൂർ മുൻപേ തന്നെ ഉണ്ടാക്കി വെച്ചാൽ അത് നല്ല ടേസ്റ്റിയായ രസം നമുക്ക് കൂട്ടാൻ കഴിയുന്നതാണ്. ഇതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ച് തീ നല്ല ഹൈ ഫ്ലെയിമിലാക്കി വെക്കുക. ഇപ്പോൾ നമ്മുടെ രസം നന്നായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ ലിഡ് മാറ്റിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കുറച്ച് സമയമെടുത്ത് ഇത് കുറുകി വരണം. എങ്കിലേ രസം നല്ല ടേസ്റ്റിയായി മാറുകയുള്ളൂ. തിളച്ചതിനുടനെ തന്നെ രസം ഓഫ് ചെയ്യാൻ പാടില്ല. ഇത് അടുപ്പിലിരുന്ന് നന്നായി കുറുകി വരണം. ഇപ്പോൾ നമ്മുടെ രസം നന്നായി കുറുകിയതിൻ്റെ ആ ടേസ്റ്റ് എല്ലാം അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായപ്പൊടി കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ടോ ഇല്ലേ എന്നൊക്കെ ഈ സമയത്ത് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ചേർക്കുക. മല്ലിയില അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ആ ഉണക്കമുളകും ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർക്കുക.
ഇപ്പോൾ നമ്മുടെ അടിപൊളി രസം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.